ഹരി ഓം. 48-ാമത്തെ സ്തുതി ശ്രീരാമചരിതം. ഇത് ഭാഗവതത്തിൽ 9-ാമത്തെ സ്കന്ധം 10-ാമത്തെ അധ്യായം, അതിൽ 4-ാമത്തെ ശ്ലോകം, 11-ാമത്തെ അധ്യായം, അതിൽ 7-ാമത്തെ 21-ാമത്തെ ശ്ലോകം. ഖട്വാംഗൻ്റെ പുത്രപരമ്പരയിൽ ദീർഘബാഹുവിൻ്റെ പുത്രൻ രഘു, രഘുവിൻ്റെ പുത്രൻ അജൻ, അജൻ്റെ പുത്രനാണ് ദശരഥൻ എന്ന രാജാവ്. ദശരഥന് കൗസല്യ, കൈകേയി, സുമിത്ര എന്ന 3 ഭാര്യമാരുണ്ടായിരുന്നു. കുട്ടികളില്ലാതെ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശത്താൽ പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിൽ അഗ്നിദേവൻ പായസവുമായി വന്ന് ദശരഥന് കൊടുത്തു. അദ്ദേഹം കൗസല്യക്കും കൈകേയിക്കും കൊടുത്തു. അവർ 2 പേരും പകുതി വീതം സുമിത്രക്കും കൊടുത്തു. സാക്ഷാൽ ബ്രഹ്മമയനായ ഭഗവാൻ വിഷ്ണു ദേവന്മാരാൽ പ്രാർത്ഥിതനായി തൻ്റെ അംശാംശഭാവങ്ങളാൽ ദശരഥൻ്റെ 4 പുത്രനായി ജനിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ആണ് ഈ 4 പേർ. ഒരിക്കൽ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കു വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരെ വിട്ടുതരുവാൻ പറഞ്ഞ് ദശരഥൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവ് വിഷമിച്ചെങ്കിലും വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശത്താൽ അവരെ വിശ്വാമിത്രൻ്റെ കൂടെ അയച്ചു. വിശപ്പും ദാഹവും തോന്നാതിരിക്കാൻ വിശ്വാമിത്രൻ അവർക്ക് ബല അതിബല എന്ന മന്ത്രം ഉപദേശിച്ചു. അവർ താടകയെ വധിച്ചു, യാഗരക്ഷ ചെയ്തു. വഴിക്ക് ഗൗതമാശ്രമത്തിലെത്തി അഹല്യക്ക് മോക്ഷം കൊടുത്തു. പിന്നീട് മിഥിലാപുരിക്ക് ജനകന് മഹാദേവൻ കൊടുത്ത ത്രയംബകം എന്ന ചാപം, ശൈവചാപം കാണാൻ പോയി. ആ വില്ല് മുറിക്കുന്നവർക്ക് സീതയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുമെന്ന് ജനകൻ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ശ്രീരാമൻ വില്ലുകുലച്ച് സീതയെ പാണിഗ്രഹണം ചെയ്തു. ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർ സീതാ സഹോദരിമാരെ വിവാഹം കഴിച്ചു. തിരിച്ച് അയോധ്യയിലേക്ക് പോരുമ്പോൾ മാർഗത്തിന് തടസ്സം വരുത്തി ക്ഷത്രിയ ശത്രുവായ പരശുരാമനെ വൈഷ്ണവചാപം കുലച്ച് തോൽപ്പിച്ച് ഗർവം അടക്കി. ശ്ലോകം. കുർവർത്ഥേ ത്യക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം മൃജിതപതരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാശൂർപ്പണഖ്യ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭ ത്രസ്താബ്ധിർബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്നഃ. പിതാവിൻ്റെ സത്യം പരിപാലിക്കാൻ രാജ്യമെല്ലാം വിട്ട് ഹനുമാൻ, ലക്ഷ്മണൻ മുതലായവരാൽ കല്ലും മുള്ളും നീക്കി വൃത്തിയാക്കപ്പെട്ട മാർഗത്തോടെ സീതാദേവിയുടെ മൃദുപാദസ്പർശത്താൽ പോലും മുറിഞ്ഞു പോകുമോ എന്ന് തോന്നത്തക്ക വിധം അതികോമളങ്ങളായ പാദങ്ങളാൽ കരുണാതിശയത്താൽ യാതൊരു ഭഗവാൻ വനംതോറും സഞ്ചരിച്ച് ശൂർപ്പണഖയുടെ വൈരൂപ്യം നിമിത്തം കോപിച്ച രാവണനാൽ അപഹരിക്കപ്പെട്ട തൻ്റെ പ്രിയയുടെ വിയോഗജന്യമായ കോപത്താൽ കുറഞ്ഞൊന്ന് വളഞ്ഞ പുരികക്കുടികളുടെ ചലനത്താൽ ഭയചകിതനായ വരുണൻ്റെ പ്രാർത്ഥനയാൽ ചിറകെട്ടി ലങ്കയിൽ പ്രവേശിച്ച് രാക്ഷസന്മാരാകുന്ന വനത്തിന് കാട്ടുതീയായിത്തീർന്ന ആ രഘുകുല അലങ്കാരമായ ശ്രീരാമൻ നമ്മെ രക്ഷിക്കട്ടെ. അടുത്തത് 11-ാം അധ്യായത്തിലെ 7ഉം 21 ശ്ലോകങ്ങൾ.
നമോ ബ്രഹ്മണ്യദേവായ രാമായ കുണ്ഠമേധസേ ഉത്തമശ്ലോകതുര്യായ ന്യസ്തദണ്ഡാർപ്പിതംഗ്രയേ യസ്യാമലം നൃപസദസ്സു യശോധുനാപി ഗായന്ത്യഘഗ്നമൃഷയോ ദിഗിവേന്ദ്രപട്ടം തം നാഗപാലവസുപാലകിരീടജുഷ്ടപാദാംബുജം രഘുപതിം ശരണം പ്രപദ്യേ. ബ്രഹ്മണ്യദേവനും ജ്ഞാനശക്തി സമ്പന്നനും പുണ്യകീർത്തികളിൽ വെച്ച് സർവശ്രേഷ്ഠനും ഒന്നിനെയും ദ്രോഹിക്കാത്ത മഹാപുരുഷന്മാരുടെ ഹൃദയത്തിൽ വെക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയവനും രാമസ്വരൂപനുമായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഋഷികൾ യാതൊരാളുടെ ദിഗ്ഗജങ്ങൾക്ക് അലങ്കാരമാകത്തക്ക വിധം സർവത്ര വ്യാപിച്ചതും സർവപാപനാശകവും പരിശുദ്ധവുമായ യശസ് രാജസദസ്സുകളിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു. ദേവശ്രേഷ്ഠന്മാരാലും രാജാക്കന്മാരാലും തങ്ങളുടെ കിരീടങ്ങൾ കൊണ്ട് സേവിക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയ ആ രഘുപതിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. സീത പുത്രരെ വാൽമീകി മഹർഷിയെ ഏൽപ്പിച്ച് ഭൂമിക്കടിയിൽ മറഞ്ഞതിനു ശേഷം ശ്രീരാമൻ ബ്രഹ്മചര്യനിഷ്ഠയോടെ വസിച്ച് ദിവസവും അഗ്നിഹോത്രം ചെയ്ത് 13,000 വർഷം രാജ്യം ഭരിച്ച് അതിനുശേഷം തൻ്റെ പാദങ്ങൾ ഭക്തന്മാരുടെ ഓർമ്മയിൽ ശേഷിപ്പിച്ചിട്ട് ഭൂലോകവാസം വെടിഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ.